ഇത് വോയിസ് ഓഫ് ആർബിയ. നമ്മുടെ ശബ്ദം, നമ്മുടെ അവകാശം, നമ്മുടെ ഭാവി. നമസ്കാരം. വോയിസ് ഓഫ് ആർബിആറിലേക്ക് സ്വാഗതം. ഇത് കേട്ടാൽ പലരും വിശ്വസിക്കില്ല. കേരള ഹൈക്കോടതിയിൽ ജോലി, അതിന് 8ാം ക്ലാസ് യോഗ്യത മതി. വർഷങ്ങളായി ജോലി അന്വേഷിച്ച് അലഞ്ഞു നടക്കുന്ന യുവാക്കൾക്കും വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പഠനം പാതിവഴിയിൽ നിർത്തേണ്ടി വന്ന സഹോദരങ്ങൾക്കും ഞാൻ പറയാൻ പോകുന്നത് ജീവിതം മാറ്റിയേക്കാവുന്ന ഒരു സർക്കാർ അവസരമാണ്. ഒന്ന്, കേരള ഹൈക്കോടതിയിൽ നിലവിൽ വന്നിരിക്കുന്ന പുതിയ ഒഴിവുകൾ. 8ാം ക്ലാസ് പാസ്സായവർക്കും അപേക്ഷിക്കാം. കൂടാതെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നടക്കുന്ന തൊഴിൽ മേളകൾ, കൂടാതെ നിരവധി അവസരങ്ങളും. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണണം. കാരണം ആർക്കാണ് അപേക്ഷിക്കാവുന്നത്, എങ്ങനെ അപേക്ഷിക്കണം, തൊഴിൽമേള എപ്പോൾ, എവിടെ എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണൂ. നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ നിങ്ങളെ കൂട്ടുകാർക്കോ ഒരു സ്ഥിരം സർക്കാർ ജോലി ഈ വീഡിയോ വഴി കിട്ടിയേക്കാം. വീഡിയോയുടെ പ്രധാന വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 1. കേരള ഹൈക്കോടതിയിൽ ഒഴിവുകൾ. 8ാം ക്ലാസ്സുകാർക്കും അപേക്ഷിക്കാം. നിയമനം ലഭിക്കുന്നവർക്ക് 66,800 രൂപ വരെ ശമ്പളം ലഭിക്കും. കേരള ഹൈക്കോടതി വിവിധ തസ്തികകളിൽ നിയമനം നടത്തുന്നു. ടെലിഫോൺ ഓപ്പറേറ്റർ, അറ്റൻഡർ തുടങ്ങിയ 7 ഒഴിവുകളാണുള്ളത്. 8ാം ക്ലാസ് ഡിപ്ലോമ പാസ്സായവർക്കാണ് അവസരം. നിയമനം ലഭിക്കുന്നവർക്ക് 23,700 മുതൽ 66,800 രൂപ വരെ ശമ്പളം ലഭിക്കും. തസ്തിക ഒഴിവുകളുടെ എണ്ണം: ടെലിഫോൺ ഓപ്പറേറ്റർ 1, ബൈൻഡർ 1, ഹെൽപ്പർ 1, ഡ്യൂപ്ലിക്കേറ്റർ ഓപ്പറേറ്റർ 1, അറ്റൻഡർ ഗ്രേഡ് 2 2. യോഗ്യത: ടെലിഫോൺ ഓപ്പറേറ്റർ +2 അല്ലെങ്കിൽ തത്തുല്യം. സർക്കാർ അംഗീകൃത സ്ഥാപനം നൽകുന്ന ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമ. ടെലിഫോൺ ഓപ്പറേറ്റർ റിസപ്ഷനിസ്റ്റായി 6 മാസത്തെ പരിചയം. ബൈൻഡർ യോഗ്യത: 8ാം ക്ലാസ് പാസ്സായിരിക്കണം. ബൈൻഡിങ്ങുമായി ബന്ധപ്പെട്ട കോഴ്സ് പഠിച്ചിരിക്കണം. ഹെൽപ്പർ 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം. ITI ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ട്രേഡിൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യം. ഡ്യൂപ്ലിക്കേറ്റർ ഓപ്പറേറ്റർ 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം. അറ്റൻഡർ ഗ്രേഡ് 2 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം. അഭിമുഖം അല്ലെങ്കിൽ എഴുത്ത് പരീക്ഷയിലൂടെയാകും ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുക. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കാനും ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്തിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 17/1/2026. അടുത്തത് സൗജന്യ തൊഴിൽമേള. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ജോബ് ഫെയർ. കേരളത്തിൽ വിവിധ ജില്ലകളിലായി നടക്കുന്ന തൊഴിൽമേളകൾ വഴി നിരവധി ജോലി അവസരങ്ങൾ വന്നിട്ടുണ്ട്. 10ാം ക്ലാസ്, +2, ITI, ഡിപ്ലോമ, ഡിഗ്രി, BTech തുടങ്ങിയ ഏത് യോഗ്യതയുള്ളവർക്കും ജോലി നേടാൻ അവസരം. കാസർഗോഡ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചും എംപ്ലോയബിലിറ്റി സെൻറ്ററും സംയുക്തമായി മിനി ജോബ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. പാലക്കുന്ന് അംബിക ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ രാവിലെ 9:30 മുതൽ ആരംഭിക്കുന്ന ജോബ് ഡ്രൈവിൽ ഹോസ്പിറ്റാലിറ്റി, IT, അക്കൗണ്ട്സ്, ഹെൽത്ത് കെയർ, ടെക്സ്റ്റൈൽസ്, ഇൻഷുറൻസ്, ഓട്ടോമൊബൈൽ, ഫുഡ് ഇൻഡസ്ട്രി, റീറ്റെയിൽ തുടങ്ങിയ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന 15ലധികം സ്ഥാപനങ്ങൾ പങ്കെടുക്കുന്നു. 600ലധികം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പങ്കെടുക്കുന്നതിനായി ഈ വീഡിയോയുടെ താഴെ നൽകിയിരിക്കുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു. മിനി ജോബ് ഡ്രൈവ് 27 ഡിസംബറിന്. അടുത്തത് കേരള സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആസാപ് കേരളയുടെ ചെറിയ കലവൂർ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ
ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നു. പ്രമുഖ കമ്പനികൾ പങ്കെടുക്കുന്ന ജോബ് ഡ്രൈവിൽ വിവിധ മേഖലകളിൽ നിന്നായി നിരവധി തൊഴിലവസരങ്ങളാണ് ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്നത്. യോഗ്യത 10ാം ക്ലാസ്, +2, ITI, ഡിപ്ലോമ, ഡിഗ്രി, BTech. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി ചെറിയ കലവൂർ ആസാം കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ എത്തിച്ചേരേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് തികച്ചും സൗജന്യമായി തന്നെ ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുക. രജിസ്ട്രേഷൻ ലിങ്ക് വീഡിയോയുടെ താഴെ പിൻ ചെയ്തിട്ടുണ്ട്. ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു. അടുത്തത് പ്രധാനമന്ത്രി ദേശീയ അപ്രന്റീസ്ഷിപ്പ് മേള മലമ്പുഴ ഗവൺമെൻറ് ITI ക്യാമ്പസിൽ നടക്കും. ITI പഠനം പൂർത്തിയാക്കി NTC അല്ലെങ്കിൽ STC സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയ ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ഡിസംബർ 22 രാവിലെ 9 മണിക്ക് ക്യാമ്പസിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് ട്രെയിനിങ് ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് ശബരിമല റിക്രൂട്ട്മെൻറ്റ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് സെക്യൂരിറ്റി ഗാർഡ് തസ്തികകളിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഏകദേശം 300ഓളം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒഴിവുകളുടെ വിവരങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ശബരിമല, പമ്പ, നിലയ്ക്കൽ എന്നീ സ്ഥലങ്ങളിലെ സുരക്ഷാ ചുമതലകൾക്കായാണ് ഈ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. 2025 റിക്രൂട്ട്മെൻറ്റ് പ്രക്രിയയുടെ ഭാഗമായി താൽക്കാലിക അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുന്നത്. തസ്തിക സെക്യൂരിറ്റി ഗാർഡ്. ഒഴിവുകളുടെ എണ്ണം 300. ശമ്പളം പ്രതിദിനം 900 രൂപ. യോഗ്യതാ മാനദണ്ഡങ്ങൾ: ശബരിമല സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ സംസ്ഥാന പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് വിരമിച്ചവർക്കോ എക്സ് സർവീസ്മാൻ വിഭാഗത്തിൽപ്പെട്ടവർക്കോ അപേക്ഷിക്കാം. പ്രവൃത്തി പരിചയം: സേനകളിൽ കുറഞ്ഞത് 5 വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ്. ഹിന്ദു മതവിശ്വാസികളായ പുരുഷന്മാർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ അർഹതയുള്ളത്. ഉദ്യോഗാർത്ഥികൾ മികച്ച ശാരീരിക ക്ഷമതയുള്ളവരായിരിക്കണം. പ്രായപരിധി: 2026 ജനുവരി 20 67 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവർ അപേക്ഷിക്കാൻ പാടുള്ളതല്ല. അതായത് വിരമിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നിശ്ചിത പ്രായപരിധിക്കുള്ളിൽ നിന്നും അപേക്ഷിക്കാവുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിദിനം 900 രൂപ ശമ്പളത്തിനു പുറമേ സൗജന്യ ഭക്ഷണം, താമസ സൗകര്യം സൗജന്യമായിരിക്കും. തെരഞ്ഞെടുപ്പ് പ്രക്രിയ: ശരിയായ രീതിയിൽ അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികളെ ഘട്ടങ്ങളിലൂടെയാണ് തിരഞ്ഞെടുക്കുന്നത്. 1. സർട്ടിഫിക്കറ്റുകളുടെ പരിശോധന. 2. നേരിട്ടുള്ള അഭിമുഖം. അഭിമുഖം ഡിസംബർ 30 രാവിലെ 10 മണിക്ക് തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ചീഫ് വിജിലൻസ് ഓഫീസിൽ വെച്ച് നടക്കും. അപേക്ഷിക്കേണ്ട വിധം: താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓഫ്ലൈൻ വഴിയോ ഇമെയിൽ വഴിയോ ആണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷകൾ 2025 ഡിസംബർ 25 മുമ്പായി ലഭിച്ചിരിക്കണം. അപേക്ഷ അയക്കേണ്ട വിലാസം സ്ക്രീനിൽ കൊടുക്കുന്നു. അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ബയോഡേറ്റയോടൊപ്പം പാസ്പോർട്ട് സൈസ് ഫോട്ടോ പതിക്കണം. വയസ്സ്, വിദ്യാഭ്യാസം, ജാതി, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ഇമെയിൽ വഴിയോ നേരിട്ടോ നൽകണം. ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് കൂടുതൽ വിവരങ്ങൾ ഉറപ്പുവരുത്തുക. വെബ്സൈറ്റ് ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് നാഷണൽ ആയുഷ് മിഷൻ കേരളയിൽ അവസരം. നേരിട്ട് നിയമനം. ഓപ്റ്റോമെട്രിസ്റ്റ്, മൾട്ടിപർപ്പസ് വർക്കർ, ഇൻസ്ട്രക്ടർ എന്നീ വിഭാഗങ്ങളാണ് ഒഴിവുകളുള്ളത്. നാഷണൽ ആയുഷ് മിഷൻ കേരള വിവിധ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു. 13,500 മുതൽ 17,850 രൂപ വരെ ശമ്പളം ലഭിക്കും. മൾട്ടിപർപ്പസ് വർക്കർ. സ്ഥാപനം നാഷണൽ ആയുഷ് മിഷൻ കൊല്ലം. തസ്തിക മൾട്ടിപർപ്പസ് വർക്കർ. ശമ്പളം 13,500. പ്രായപരിധി 40 വയസ്സ് വരെ. 2025 ഡിസംബർ 17 വരെ. അഭിമുഖ തീയതി 2025 ഡിസംബർ 27. കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോയുടെ താഴെ
പിൻ ചെയ്തിരിക്കുന്ന ലിങ്ക് സന്ദർശിക്കുക. ഒപ്റ്റോമെട്രിസ്റ്റ് സ്ഥാപനം നാഷണൽ ആയുഷ് മിഷൻ, ജില്ലാ പ്രോഗ്രാം മാനേജ്മെൻറ്റ് ആൻഡ് സപ്പോർട്ടിംഗ് യൂണിറ്റ്, കൊല്ലം. ശമ്പളം 17,850 രൂപ. പ്രായപരിധി 40 വയസ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോയുടെ താഴെ പിൻ ചെയ്തിരിക്കുന്ന ലിങ്ക് സന്ദർശിക്കുക. യോഗ ഇൻസ്ട്രക്ടർ സ്ഥാപനം നാഷണൽ ആയുഷ് മിഷൻ, ജില്ലാ പ്രോഗ്രാം മാനേജ്മെൻറ്റ് ആൻഡ് സപ്പോർട്ടിംഗ് യൂണിറ്റ്, കൊല്ലം. ശമ്പളം 14,000 രൂപ. പ്രായപരിധി 50 വയസ്സ്. അവസാന തീയതി 24/12/2025. കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോയുടെ താഴെ പിൻ ചെയ്തിരിക്കുന്ന ലിങ്ക് സന്ദർശിക്കുക. അടുത്തത് റെയിൽവേയിൽ അവസരം. ലാബ് അസിസ്റ്റൻ്റ് മുതൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വരെ. ഇന്ത്യൻ റെയിൽവേയിൽ ജോലി നേടാനുള്ള മികച്ച ഒരവസരം കൂടി. ഐസൊലേറ്റഡ് കാറ്റഗറീസ് റിക്രൂട്ട്മെൻറ്റ്. ലാബ് അസിസ്റ്റൻ്റ് മുതൽ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് വരെയുള്ള നിരവധി ഒഴിവുകൾ. ഉദ്യോഗാർത്ഥികൾക്ക് 45,000 വരെ ശമ്പളം പ്രതീക്ഷിക്കാം. ഓൺലൈൻ അപേക്ഷകൾ തുടങ്ങിയിരിക്കുന്നു. ആകെ 311 ഒഴിവുകളാണുള്ളത്. വിശദമായി പരിശോധിക്കാം. തസ്തികയുടെ പേര്, ഒഴിവുകളുടെ എണ്ണം. ജൂനിയർ ട്രാൻസ്ലേറ്റർ ഹിന്ദി 202, ലാബ് അസിസ്റ്റൻ്റ് ഗ്രേഡ് 3 കെമിസ്റ്റ് ആൻഡ് മെറ്റലർജിസ്റ്റ് 39, സ്റ്റാഫ് ആൻഡ് വെൽഫെയർ ഇൻസ്പെക്ടർ 24, ചീഫ് ലോ അസിസ്റ്റൻ്റ് 22, സീനിയർ പബ്ലിസിറ്റി ഇൻസ്പെക്ടർ 15, പബ്ലിക് പ്രോസിക്യൂട്ടർ 7, സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ട്രെയിനിങ് 2. പ്രായപരിധി ചീഫ് ലോ അസിസ്റ്റൻ്റ് 18-40, സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ട്രെയിനി 18-35, സീനിയർ പബ്ലിസിറ്റി ഇൻസ്പെക്ടർ, ജൂനിയർ ട്രാൻസ്ലേറ്റർ, സ്റ്റാഫ് ആൻഡ് വെൽഫെയർ ഇൻസ്പെക്ടർ 18-33, പബ്ലിക് പ്രോസിക്യൂട്ടർ 18-32, ലാബ് അസിസ്റ്റൻ്റ് ഗ്രേഡ് 3 18-30 വയസ്സ്. സർക്കാർ നിയമങ്ങൾ അനുസരിച്ച് സംവരണ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും. തിരഞ്ഞെടുപ്പ് പ്രക്രിയ. ടയർ 1 കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ CBT. ആദ്യഘട്ടം കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയാണ്. ജനറൽ അവയർനെസ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ്, മാത്തമാറ്റിക്സ്, ജനറൽ സയൻസ് എന്നിവ ഉൾക്കൊള്ളുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. തെറ്റായ ഉത്തരങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും. ടയർ 2 സ്കിൽ ടെസ്റ്റ്, ട്രാൻസ്ലേഷൻ ടെസ്റ്റ്. ജൂനിയർ ട്രാൻസ്ലേറ്റർ അല്ലെങ്കിൽ സ്റ്റെനോഗ്രാഫർ പോലുള്ള പ്രത്യേക തസ്തികകൾക്ക് പ്രായോഗിക പ്രാവീണ്യം വിലയിരുത്തുന്നതിന് ഒരു സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ടെസ്റ്റ് നടത്തും. ടയർ 3 ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ പരീക്ഷയും. എഴുത്ത്, സ്കിൽ പരീക്ഷകൾ വിജയിക്കുന്ന ഉദ്യോഗാർത്ഥികളെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ക്ഷണിക്കും. അതിനുശേഷം മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. തുടർന്ന് അന്തിമ ലിസ്റ്റ് പ്രഖ്യാപിക്കും. ഓരോ വിഭാഗത്തിനും പ്രവൃത്തി പരിചയം ആവശ്യമാണ്. ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവസാന വർഷം പഠിക്കുന്നവർക്കും അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്തിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.